കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയ്ക്ക് പിന്തുണ. രേഖയിൽ വ്യക്തത വേണമെന്ന് സമ്മേളന പ്രതിനിധികൾ ചിലർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ചങ്ങാത്ത മുതലാളിത്തം നടപ്പാക്കില്ലെന്നാണ് LDFന്റെ തീരുമാനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. നവകേരള വികസനത്തിന് പുതിയ വിഭവ സമാഹരണം എന്ന നയരേഖയ്ക്ക് സമ്മേളന പ്രതിനിധികളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത്. രേഖ ജനവിരുദ്ധമാകരുതെന്നും നടപ്പിലാക്കുമ്പോൾ ആളുകൾക്ക് ഭാരമായി മാറരുതെന്ന നിർദ്ദേശവും ചില പ്രതിനിധികൾ പങ്കുവച്ചു. ഫീസ് ഈടാക്കി സേവനങ്ങൾ നൽകുന്നത് പാർട്ടി ലൈനാണോ എന്ന സംശയവും ഉയർന്നുവന്നു. അതേസമയം ചങ്ങാത്ത മുതലാളിത്തത്തിന് CPIM കൂട്ടുനിൽക്കില്ല എന്നതായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. യൂസർ ഫീസ് സംബന്ധിച്ച ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. പദ്ധതികൾ ജനവിരുദ്ധമാകില്ല എന്നും ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇന്നലെ സഖാവ് പിണറായി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. കേന്ദ്രം കേരളത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത്. ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിന് തികച്ചും വിപരീതമായ ജനോപകാരപ്രദമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിൻ്റെ പാഠശാലയായിരിക്കും ബദലായ കേരളത്തിലെ ഈ നിലപാട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കില്ല. അവ ലാഭത്തിൽ നടപ്പിലാക്കാൻ മാത്രമാണ് സ്വകാര്യ സംരംഭകരുടെ സേവനം തേടുക. ഡാമുകളിലെ മണൽ വാരിയാൽ വലിയ തരത്തിലുള്ള വിഭവ സമാഹരണത്തിന് വഴിയൊരുക്കുമെന്നും സർവ്വതല മേഖലയിലും നവകേരള രേഖയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നവകേരള വികസന രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ 27 പ്രതിനിധികളാണ് പങ്കെടുത്തത്. നാളെ മുഖ്യമന്ത്രി മറുപടി പറയും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.